O Maria menau ganonomo uno zuberabo farudaisomo. O Maria menau nuhomo Wakiyam tohayedu kulneshumo. O Maria menau tilo wakbiro lote karbin lilo sel kes se domo zel ho kil sabar lashli hai duko met lib shubha ho min kabro. O Maria menau ganonomo uno zuberabo farudaisomo. O Maria ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കുറുവിലങ്ങാട് മുത്തിയമ്മ പള്ളി. അർക്കദീയക്കന്മാരുടെയും തോമാസ് സ്ലീഹയുടെയും കഥ പറയുന്ന കല്ലുകൾ കൊണ്ടാണ് ഈ ദേവാലയത്തിലെ ഗോപുരങ്ങൾ പണികഴിപ്പിച്ചിരിക്കുന്നത്. അനിർവചനീയമായൊരു ദൈവ സാന്നിധ്യവും വിവരിക്കാനാവാത്ത ഒരു ദൈവ ചൈതന്യവുമാണ് ഈ ദേവാലയത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. ഭാരതത്തിലെ 8ാമത്തെ ക്രൈസ്തവ ദേവാലയം 19 നൂറ്റാണ്ടായി അനുസൃതം തുടരുന്ന ഒരു വിശ്വാസ സങ്കീർത്തനത്തിന്റെ ഭാരതഭൂമിയിലെ ഈറ്റില്ലം. പരിശുദ്ധ ദൈവമാതാവിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഭൂമി, ഇതൊക്കെയാണ് കുറുവിലങ്ങാട്. പ്രസിദ്ധമായ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കുറുവിലങ്ങാട്. AD 335 പരിശുദ്ധ ദൈവമാതാവ് ചില കുട്ടികൾക്ക് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് നീരുറ തെളിച്ചു കൊടുത്ത് ദാഹമകറ്റുകയും കല്ലുകൾ അപ്പമാക്കി നൽകി വിശപ്പടക്കുകയും ചെയ്തു. ഇതറിഞ്ഞ മുതിർന്ന ആളുകൾ സ്ഥലത്ത് ഓടിയെത്തുകയും മാതാവ് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദേവാലയം നിർമ്മിക്കാനുള്ള സ്ഥലം നിർണയിച്ച് നൽകുകയും ചെയ്തു. അതനുസരിച്ച് ഇവിടെ പണി തീർത്ത ദേവാലയം എദേസായിൽ നിന്നും വന്ന മാർ ജോസഫ് എന്ന മെത്രാനാണ് ആശീർവദിച്ചത്. 3000-ലധികം വീടുകളുള്ള ഈ ഇടവക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇടവകകളിലൊന്ന് തന്നെയാണ്. തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ദേവാലയം അല്ലെങ്കിൽ 8ാമത്തെ ദേവാലയം എന്ന നിലയ്ക്ക് ചരിത്ര പ്രാധാന്യമുണ്ട് ഇതിന് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാരതസഭയെ നയിച്ചിരുന്ന ആശ്ചര്യക്കന്മാരുടെ നാടും പല ആശ്ചര്യക്കന്മാരെയും അടക്കിയ കല്ലറകൾ ഉള്ള സ്ഥലമെന്ന നിലയ്ക്കും ഈ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, പ്രാധാന്യവുമുണ്ട്. പകലമറ്റം അവിഭക്ത ഭാരതസഭയുടെ കേന്ദ്രമെന്ന നിലയ്ക്ക് വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ തീർത്ഥസ്ഥലത്ത് എത്തിച്ചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെയേറെ പ്രാധാന്യമുള്ള ചരിത്രരേഖകൾ കുറേയെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ചരിത്രകാരന്മാരെ ആകർഷിക്കുന്ന കാര്യമാണ്. കുറുവിലങ്ങാട് പള്ളിയിൽ വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന പനങ്കുഴിങ്ങൽ വലിച്ചൻ്റെ കബറിടവും സഭൈക്യത്തിന് ഏറെ പ്രാധാന്യമുള്ള മാണിക്കത്തനാരുടെ കബറിടവും ഭാരതസഭയിലെ ആദ്യ ഏകദേശീയ മെത്രാനായ പറമ്പിൽ ചാണ്ടി മെത്രാന്റെ കബറിടവും ഈ ദേവാലയത്തിൻ്റെ മധ്യഭാഗയിൽ ആണ് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഈ പള്ളിയുടെ തെക്കേ സങ്കീർത്തിയിൽ ഏറെ തീർത്ഥാടകരെ ആകർഷിക്കുന്ന കുറുവിലങ്ങാട് മുത്തിയമ്മയുടെ തിരുസ്വരൂപം വളരെ ആകർഷകമാണ്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വരച്ച മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ പ്രതികളിലൊന്നാണ്
തെക്കേ സങ്കീർത്തിയുടെ മുകളിലുള്ള മാതാവിൻ്റെ വിശിഷ്ടമായ തിരുസ്വരൂപം, കുറവിലങ്ങാട്ടെ പ്രസിദ്ധമായ കൊച്ചുപള്ളി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് അടങ്ങിയ രൂപമാണ് അതിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ ഏറെ ആകർഷിക്കുന്നുണ്ട് ഈ ദേവാലയം. ഇവിടുത്തെ ആദ്യ വെള്ളിയാഴ്ച നടക്കുന്ന കൽക്കുരിശിൽ അണിവെച്ച് പ്രാർത്ഥിക്കുന്ന നേർച്ച ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ കാരണമായി തീരുന്നുണ്ട്. ഇവിടുത്തെ തിരുനാളുകളിലും ആദ്യ വെള്ളിയാഴ്ച ആചരണങ്ങളിലും ശനിയാഴ്ചയുള്ള ജപമാല പ്രദക്ഷിണത്തിലും പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ തേടി വലിയ അനുഗ്രഹം സ്വീകരിച്ച് മടങ്ങുന്ന ആളുകൾ ഏറെയാണ്. ചരിത്രമുറങ്ങുന്ന അർക്കദിയോക്കന്മാരുടെ പുണ്യകുടീരങ്ങൾക്കുമപ്പുറം മുത്തിയമ്മ തെളിയിച്ചു നൽകിയ നീരുറവയ്ക്ക് സമീപം പരിശുദ്ധ ദേവമാതാവ് സ്ഥാനനിർണയം നടത്തിയ പുണ്യഭൂമിയിലാണ് കുറുവിലങ്ങാട് മാർത്ത മറിയം ഫൊറോന പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജാതിമതഭേദമന്യേ സർവരെയും സ്വീകരിച്ച് അനുഗ്രഹവർഷം ചൊരിയുന്ന മുത്തിയമ്മയുടെ ദേവാലയത്തിന് 1000 ആണ്ടുകളുടെ പഴമയും ചരിത്രവുമാണ് പറയുവാനുള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് കുറുവിലങ്ങാട് മാർത്ത മറിയം പള്ളി. പാലാ രൂപതയിലെ ആദ്യ ദേവാലയം, പുണ്യശ്ലോകൻ പനങ്കുഴയ്ക്കൽ വല്യച്ഛന്റെ സ്വന്തം നാട്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികൾ. മുൻ രാഷ്ട്രപതി KR നാരായണൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പഠിച്ചിറങ്ങിയ 7 പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 2 വൈദിക പരിശീലന കേന്ദ്രങ്ങൾ, 3 സന്യാസ ആശ്രമങ്ങളും 8 സന്യാസിനി മഠങ്ങളും. സമാനതകളില്ലാത്ത പൂർണ്ണതയാണ് കുറുവിലങ്ങാട്. പരിശുദ്ധ മറിയം എന്നതിന്റെ സുറിയാനി പരിഭാഷയാണ് മാർത്ത മറിയം. ക്രിസ്തീയതയോളം തന്നെ പഴക്കവും പാരമ്പര്യവും ശിരസേറ്റുന്ന ആരാധന കേന്ദ്രമാണ് കുറുവിലങ്ങാട് മാർത്ത മറിയം പള്ളി. AD 345 എദേസിയിൽ നിന്നും വന്ന യൗസെഫ് മെത്രാനാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നിർദ്ദേശാനുസരണം പണികഴിപ്പിക്കപ്പെട്ട ഈ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത്. ഇതിന്റെ സ്ഥാനത്താണ് ഇപ്പോഴുള്ള തെക്കേ സങ്കീർത്തി. ഇവിടെയാണ് മുത്തിയമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആദ്യ നാട്ടുമെത്രാനായ പറമ്പിൽ ചാണ്ടി മെത്രാന്റെയും ആർക്കേദിയാക്കന്മാരുടെയും മാതൃ ഇടവക കൂടിയാണ് ഈ ദേവാലയം. ദൈവമാതാവ് ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ഭക്തർക്ക് അനുഗ്രഹവും ദർശനവും നൽകിയ പുണ്യഭൂമിയാണ് കുറുവിലങ്ങാട്. യേശു സാധാരണക്കാരോട് സംസാരിച്ചിരുന്ന ഭാഷയായ അരാമിക്കിന്റെ ഒരു പ്രാദേശിക ഉപവിഭാഗമായ സുറിയാനിയിലായിരുന്നു ആദ്യകാലത്ത് കേരളീയ ക്രൈസ്തവ സമൂഹം കുർബാന സ്വീകരിച്ചിരുന്നത്. 1498 പോർച്ചുഗീസുകാരുടെ വരവ് വരെ ഈ പാരമ്പര്യം അനുസ്യൂതം അഭംഗുരം തുടർന്നിരുന്നു. AD 52 തോമസ് ലീഹ ഭാരതത്തിൽ എത്തിയപ്പോൾ പാലയൂരിൽ ഏതാനും കുടുംബങ്ങൾക്ക് മാമോദിസ നൽകിയിരുന്നു. അവരിൽ പ്രമുഖർ കള്ളി, കാളിക്കാവ്, ശങ്കരപുരി, പകലോമറ്റം എന്നിങ്ങനെ 4 ഇല്ലക്കാരായിരുന്നു. പാലയൂരിൽ എതിർപ്പുകൾ ശക്തമായപ്പോൾ സ്വന്തം നാട് ഉപേക്ഷിച്ച് അവർ കുറുവിലങ്ങാട്ടേക്ക് എത്തിച്ചേരുന്നതോടെയാണ് ഇവിടുത്തെ ക്രൈസ്തവ പാരമ്പര്യം ആരംഭിക്കുന്നത്. പകലോമറ്റം കേന്ദ്രമാക്കി യേശുവിൽ ജീവിതം സമർപ്പിച്ച് അവർ ജീവിച്ചു പോന്നു. എന്നാൽ AD 335 ഒരു മഹാസംഭവം കാര്യങ്ങളെ ആകെ കീഴ്മേൽ മറിച്ചു. ആടുകളെ മേയിച്ചു നടന്ന കുട്ടികൾക്ക് മുന്നിൽ പരിശുദ്ധ കന്യാമറിയം ഒരു മുത്തിയമ്മയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒരു തെളിനീരുറവ സൃഷ്ടിച്ച മുത്തിയമ്മ കല്ലിനെ അപ്പമാക്കി കുഞ്ഞുങ്ങൾക്ക് കഴിക്കുവാനും നൽകി. വിവരമറിഞ്ഞോടിയെത്തിയ മാതാപിതാക്കളോട് തന്റെ നാമത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിക്കണമെന്ന് മുത്തിയമ്മ ആവശ്യപ്പെട്ടു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പാദസ്പർശനം ഏറ്റതോടെ കുറുവിലങ്ങാടിന്റെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുകയായിരുന്നു. മധ്യ കേരളത്തിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിലെങ്ങോ അവഗണിക്കപ്പെട്ടു കിടന്നിരുന്ന ഈ കൊച്ചു പ്രദേശം ക്രൈസ്തവ ദർശനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഈറ്റിലമായി അതിവേഗം മാറി. AD 345 എദേസയിൽ നിന്നും വന്ന മാർ യൗസേപ്പ് മെത്രാനാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ നിർദ്ദേശാനുസരണം നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത്. ഇതിന്റെ സ്ഥാനത്താണ് ഇപ്പോഴുള്ള തെക്കേ സങ്കീർത്തി. ഇവിടെയാണ് മുത്തിയമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മുളകൊണ്ട ക്ഷേത്ര മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ദേവാലയം 1599 ഉദയംപേരൂർ സുന്നഹദോസിനോട് അനുബന്ധിച്ചാണ് കല്ലുകൊണ്ട് പുതുക്കി പണിയുന്നത്. 1954-60 കാലഘട്ടത്തിൽ ഫാദർ തോമസ് മണക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴുള്ള ദേവാലയം പണികഴിപ്പിക്കുന്നത്. വിശുദ്ധ പത്രോസ്, വിശുദ്ധ തോമസ് ലീഹ എന്നിവരുടെ തിരുസ്വരൂപങ്ങളാണ് പള്ളിയുടെ ഗോപുരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്.
കുറുവിലങ്ങാട് മാർത്ത് മറിയം ഫെറോന പള്ളിയുടെ പ്രധാന ആകർഷണവും ആരാധന കേന്ദ്രവുമാണ് ഒറ്റക്കല്ലിൽ തീർത്ത മുത്തിയമ്മയുടെ രൂപം. നൂറ്റാണ്ടുകളായി ഈ ദേവാലയത്തിലെ അഭൗമ പ്രഭ ചൊരിയുന്ന ഈ രൂപം കണ്ട് വണങ്ങാനായി മാത്രം വിദേശങ്ങളിൽ നിന്നുവരെ കുറുവിലങ്ങാട്ടേക്ക് തീർത്ഥാടകർ എത്തിച്ചേരാറുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ വരച്ച മാതാവിന്റെ ഛായാചിത്രത്തിന്റെ 1000 ആണ്ടുകൾ പഴക്കമുള്ള തനിപ്പകർപ്പും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രാചീന നിറക്കൂട്ടുകളും പശയും ചേർത്ത് പലകയിൽ വരച്ചെടുത്ത ഈ ചിത്രം ഇന്നും നിറം മങ്ങാതെ ഉജ്ജ്വലപ്രഭയോടെ നിൽക്കുന്നു. പോർച്ചുഗീസ് ബറോക്ക് നിർമ്മാണ രീതിയിൽ അതിമനോഹരമായി പണിതീർത്തതാണ് വലിയ പള്ളിയിലെ മദ്ബഹ. 6 വലിയ തിരുസ്വരൂപങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കർമ്മന മാതാവിന്റെയും കന്യാമറിയത്തിന്റെയും ഇരുവശങ്ങളിലുമായി വിശുദ്ധ യോഹന്നാന്റെയും വിശുദ്ധ തോമായുടെയും വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുത്തിയമ്മയുടെ പ്രദക്ഷിണ ഗ്രോട്ടോ ഉൾപ്പെടെ നിരവധി ഗ്രോട്ടോകളാൽ സമ്പന്നമാണ് ഈ ദേവാലയാങ്കണം. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇവയൊക്കെ. പുണ്യശ്ലോകൻ പനങ്കുഴിക്കൽ വല്യച്ഛൻ്റെയും ആദ്യ നാട്ടുമെത്രാനായ പള്ളി വീട്ടിൽ ചാണ്ടിമെത്രാന്റെയും നിധീകരിക്കൽ മാണിക്യ കത്തനാരുടെയും കബറിടങ്ങളും പള്ളിക്കുള്ളിൽ തന്നെയാണ് എന്നതും കുറുവിലങ്ങാട്ടെ മറ്റൊരു പ്രത്യേകതയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികളുള്ളത് കുറുവിലങ്ങാട് പള്ളിയിലാണ്. 1910 ജർമ്മനിയിലെ ബോഹുവിൽ നിർമ്മിച്ച ഈ 3 പള്ളിമണികൾ കുറുവിലങ്ങാട് പള്ളിയുടെ പ്രൗഢിയുടെയും ഐശ്വര്യത്തിന്റെയും നേർസ്പന്ദനങ്ങളാണ്. വലിയ പള്ളിയുടെ ഗോപുരങ്ങൾക്ക് പിന്നിലായാണ് ചരിത്രപ്രസിദ്ധമായ പോർച്ചുഗീസ് മണി സ്ഥാപിച്ചിരിക്കുന്നത്. 1647 പോർച്ചുഗലിൽ നിന്നും കപ്പൽ മാർഗം എത്തിച്ച 3 മണികളിൽ ഒന്ന് കടലിൽ നഷ്ടപ്പെട്ടെങ്കിലും അവശേഷിക്കുന്ന 2-ൽ ഒരെണ്ണം കടുത്തുരുത്തി പള്ളിക്കും മറ്റൊന്ന് കുറുവിലങ്ങാട് പള്ളിക്കും പോർച്ചുഗീസ് ജനറൽ സമർപ്പിച്ചു. ഇന്നോളം വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലിഖിതങ്ങളാണ് ഈ കൂറ്റൻ മണിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പറമ്പിൽ ചാണ്ടിക്കത്തനാർ കുറുവിലങ്ങാട് വികാരിയായിരുന്ന കാലത്താണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ചെറിയ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതുകൂടാതെ വിശുദ്ധനായ യൗസപിതാവിന്റെ നാമധേയത്തിലുള്ള മറ്റൊരു പള്ളി കൂടി ഈ ദേവാലയ സമുച്ചയത്തിലുണ്ട്. പുനരുദ്ധാരണ പൂന്തോട്ടത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി 17-ാം നൂറ്റാണ്ടിലാണ് പണികഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരള, ബൗദ്ധ, യൂറോപ്യൻ വാസ്തുവിദ്യകളുടെ സമന്വയമാണ് കുറുവിലങ്ങാട് പള്ളിയിലെ കൽക്കുരിശ്. ആനയും ആളും ഏറെ പണിപ്പെട്ടെങ്കിലും ആ കൂറ്റൻ കുരിശ് ഉയർത്തുവാൻ സാധിച്ചില്ല. അതുവഴി വന്ന ഒരു മുത്തശ്ശി ഞാനും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞ് ആ വിശുദ്ധ കുരിശിൽ തൊട്ടുവെന്നും അത് നിഷ്പ്രയാസം ഉയർത്തുവാൻ സാധിച്ചുവെന്നുമാണ് ഐതിഹ്യം. ആ മുത്തശ്ശിയായി അവിടെ എത്തിയത് വിശുദ്ധ കന്യാമറിയം തന്നെയാണെന്ന് തലമുറകളായി വിശ്വസിച്ചു പോരുന്നു. 48 അടി ഉയരമുള്ള ഈ കൂറ്റൻ കൽക്കുരിശ് ഉയർത്തുവാൻ സഹായിച്ചത് വിശുദ്ധ കന്യാമറിയം തന്നെയാണെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് പള്ളിയിൽ പ്രസിദ്ധമായ കൽക്കുരിശ് സ്ഥാപിക്കുന്നത്. ഈശോയുടെ രൂപം, ഫെലിക്കൻ പക്ഷി, മുന്തിരിക്കുലകൾ, താമര എന്നിവ കുരിശിൽ കുത്തിവെച്ചിട്ടുണ്ട്. ബൗദ്ധ, കേരളീയ, യൂറോപ്യൻ വാസ്തുവിദ്യകൾ സമന്വയിച്ച പരിപൂർണതയാണ് ഈ കരിങ്കല്ലിൽ തീർത്ത കലാസൃഷ്ടിയിൽ കാണുവാൻ സാധിക്കുന്നത്. കൽക്കുരിശ് ഉയർത്താനായി ആനയെ വിട്ടുതന്ന കാഞ്ഞിരക്കാട് നമ്പൂതിരി കുടുംബത്തിന് അടുത്ത കാലം വരെയും പള്ളിയിൽ നിന്നും ഓഹരികൾ നൽകിയിരുന്നു. കുറുവിലങ്ങാട്ട് മുത്തിയമ്മ AD 335 പ്രത്യക്ഷപ്പെട്ട് ദാഹിച്ചു വലഞ്ഞ കുഞ്ഞുങ്ങൾക്കായി തെളിച്ചു നൽകിയ അത്ഭുത നീരുറവ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. ഈ ജലത്തിന് അത്ഭുത രോഗശാന്തി നൽകുവാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം. തൊട്ടിയും കയറും ഇവിടെ സമർപ്പിക്കുന്നത് ഒരു പ്രധാന നേർച്ചയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു വിളനിലം കൂടിയാണ് കുറുവിലങ്ങാട്. ഏറ്റുമാനൂർ ക്ഷേത്രവുമായുള്ള വലിയ ബന്ധത്തിൻ്റെ ചരിത്രം കുറുവിലങ്ങാടിന് ഉണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരുമായും അവരുടെ സംസ്കൃതിയുമായും കുറുവിലങ്ങാട് ദേവാലയത്തിനും ഇവിടെ നിലനിന്നിരുന്ന ഈ നാടിനെ ഭരിച്ചുകൊണ്ടിരുന്ന അർക്കദിയാക്കോന്മാർക്കും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനും വലിയ ബന്ധമുണ്ട് എന്ന് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളുമെല്ലാം തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ 3 നോമ്പിൻ്റെ പ്രദക്ഷിണങ്ങളും എല്ലാം ഈ സാംസ്കാരിക തനിമയെ ഉയർത്തി കാണിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാം. തിടമ്പേറ്റിയ ആനയുടെ സാന്നിധ്യവും വിശ്വാസികൾ കൽക്കുരിശിലും
വിളക്കുകളിലും തീ തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന ശൈലിയുമെല്ലാം നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ പാരമ്പര്യവുമായി ചേർന്നു പോകുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം ഭാരതീയമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ താതാത്മ്യതയെയും അതിൽ നിന്ന് ഉളവായിട്ടുള്ള സംസ്കാരത്തെയും എല്ലാം സൂചിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ സംസ്കാരത്തിന് കത്തോലിക്ക സമൂഹം നൽകിയിട്ടുള്ള വലിയ പാരമ്പര്യത്തിന് ആദ്യകാല നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള നേതൃത്വം വലുതാണ് എന്ന് നമുക്കറിയാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികൾ കുറുവിലങ്ങാട്ടാണ് ഉള്ളത്. 1910 ജർമ്മനിയിലെ ബോഹുമിൽ നിർമ്മിച്ച് ഹാംബർഗ് വഴി 1911 ഈ 3 മണികൾ കുറുവിലങ്ങാട് എത്തിച്ചത്. കുറുവിലങ്ങാട് പള്ളിയുടെ പേര് ആലേഖനം ചെയ്തിരിക്കുന്ന ഈ പള്ളിമണികൾക്ക് ഇമ്മാനുവേൽ, സെന്റ് മേരി മേജർ, സെന്റ് ജോസഫ് എന്നിങ്ങനെ പേരുകളും നൽകിയിട്ടുണ്ട്. 1660 കിലോ ഭാരവും 59 ഇഞ്ച് വ്യാസവുമുള്ള ഇമ്മാനുവലാണ് കൂട്ടത്തിലെ ഭീമൻ. സെന്റ് മേരി മേജറിന് 1220 കിലോ തൂക്കവും 53 ഇഞ്ച് വ്യാസവും ഉണ്ട്. താരതമ്യേന ചെറുതായ സെന്റ് ജോസഫിന് 780 കിലോ ഭാരവും 44 ഇഞ്ച് വ്യാസവുമുണ്ട്. ഈ പള്ളിമണികൾ വാങ്ങിയതിന്റെ രേഖകൾ ഇപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഏകദേശം 30,000 രൂപയ്ക്കാണ് ഈ പള്ളിമണികൾ വാങ്ങിയത്. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഈ മണികൾ മുഴക്കാറുണ്ട്. ഈ വലിയ പള്ളിമണികൾക്കായി പടുകൂറ്റൻ മണിമാളികയും ചെങ്കലിൽ പണിതീർത്തിട്ടുണ്ട്. യൂറോപ്യൻ വാസ്തുശൈലിയിൽ അതിമനോഹരമായി പണിതീർത്ത വൈദികപുരയും കൊത്തുപണികളാൽ അലങ്കൃതമായ യോഗശാലയും കുറുവിലങ്ങാടിന്റെ പകിട്ട് വർദ്ധിപ്പിക്കുന്നു. അതിപുരാതനമായ ഒരു വാദ്യപുരയും കുറുവിലങ്ങാടുണ്ട്. തികച്ചും കേരളീയ വാസ്തുവിദ്യ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ മനോഹര മന്ദിരം ഒരു മികച്ച കലാക്ഷേത്രത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിപുരാതനമായ ഒരു വാദ്യപുരയും കുറുവിലങ്ങാടിനുണ്ട്. തിരുനാളുകൾ ഭക്തിസാന്ദ്രമാക്കുവാൻ മേളം നടത്തിയിരുന്നത് ഇവിടെയായിരുന്നു. പള്ളിയിൽ വരുന്നവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുവാനും വാദ്യപുര ഉപയോഗപ്പെടുത്തി. 2001 ഈ വാദ്യപുര പള്ളിമുറ്റത്തു നിന്നും അല്പം കിഴക്കോട്ട് മാറ്റി സ്ഥാപിച്ചു. 1000 ആണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പള്ളിയിൽ അതിനനുയോജ്യമാവണ്ണം ഒരു മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രാചീനമായ താളിയോല രേഖകളും അൾത്താരകളും പൂജാദ്രവ്യങ്ങളും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. പ്രാചീനമായ കണക്കും അളവും കൊണ്ട് പണിത അതീവ കൃത്യതയുള്ള ഉപകരണങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ തന്നെ നേർപകർപ്പായാണ് ഗണിക്കപ്പെടുന്നത്. കുരിനാട്ടുകാരനായിരുന്ന ഒരു നാടൻ മൂശാരി 500 വർഷങ്ങൾക്ക് മുമ്പ് വാർത്തെടുത്ത ഒരു മണിയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മണിയിൽ സുറിയാനിയിൽ ദൈവത്തിന്റെ അമ്മ എന്ന അർത്ഥത്തിൽ എമ്മെ ദാലാഹ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള ക്രൈസ്തവർ നെസ്റ്റോറിയന്മാരല്ലായിരുന്നു എന്നതിന്റെ ചരിത്രരേഖയായാണ് ഈ മണിയിലെ പ്രയോഗം ഗണിക്കപ്പെടുന്നത്. വിശുദ്ധ കുരിശിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുശേഷിപ്പുകളും കുറുവിലങ്ങാട് പള്ളിയിൽ അതിപൂജിതമായി സംരക്ഷിക്കുന്നുണ്ട്.
വിശുദ്ധ തോമാസ് ലീഹായ, അൽഫോൺസാമ, ചാവറയച്ചൻ എന്നിവരുടെ തിരുശേഷിപ്പുകൾക്ക് പുറമെ പേരുവിവരം വ്യക്തമല്ലാത്ത അതിപുരാതനമായ ഏതാനും തിരുശേഷിപ്പുകളും പള്ളിയിലെ പൂട്ടുമുറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന റാണി പാലസ്തീനിൽ നിന്നും കണ്ടെടുത്ത വിശുദ്ധ കുരിശിന്റെ അംശം കുറുവിലങ്ങാട് പള്ളിയിൽ പരിപാവനമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരുരക്തം കൊണ്ട് അതിപാവനമായ വിശുദ്ധ കുരിശിന്റെ അംശം പനങ്കുറയ്ക്കൽ കുരേപ്പ് കത്തനാരാണ് 18-ാം നൂറ്റാണ്ടിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. 3 നോൻപ് നാളിലെ ചൊവ്വാഴ്ച പ്രദക്ഷിണത്തിൽ മാത്രമാണ് എല്ലാ തിരുശേഷിപ്പുകളും വണങ്ങാൻ വിശ്വാസികൾക്ക് അവസരമുള്ളത്. തോമാസ് ലീഹയിൽ നിന്നും നേരിട്ട് മാമോദിസ സ്വീകരിച്ചിരുന്ന പകലോമുറ്റം തറവാട്ടിൽ നിന്നാണ് അർക്കദീയക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. അവരെ സംസ്കരിച്ചിരുന്നതും മൂല തറവാടിനോട് ചേർന്ന് തന്നെയായിരുന്നു. 1963 ഇവിടെ ഒരു കപ്പേളയും ഒരു കൽക്കുരിശും സ്ഥാപിക്കുകയുണ്ടായി. 2009 തറവാട് പള്ളി എന്ന പേരിൽ ഇത് പുതുക്കി പണിയുകയായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ പേർഷ്യയിൽ നിന്ന് വന്ന മെത്രാന്മാരായിരുന്നു മാർത്തോമ നസ്രാണികൾക്ക് ആധ്യാത്മിക നേതൃത്വം നൽകിയിരുന്നത്. എന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ നേതാവ് അർക്കദിയാക്കോനായിരുന്നു. വിദേശത്തു നിന്നും വരുന്ന മെത്രാന് ഇവിടുത്തെ ഭാഷ, ആചാരം, സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയാവുന്ന നാട്ടുകാരന്റെ സഹായം അത്യന്താപേക്ഷിതമായിരുന്നു. ഇന്ത്യ മുഴുവനുമുള്ള മാർത്തോമ നസ്രാണികൾക്ക് മേൽ അർക്കദിയാക്കോന് അധികാരം ഉണ്ടായിരുന്നു. കുറുവിലങ്ങാടും അങ്കമാലിയും കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന അർക്കദിയാക്കോന് കൊച്ചി രാജാവ് ബഹുമതികൾ നൽകി പോരുകയും യാത്രകളിൽ സായുധ പോരാളികൾ അകമ്പഴി സേവിക്കുകയും ചെയ്യുമായിരുന്നു. പരമ്പരാഗതമായി പകലോമുറ്റം തറവാട്ടിൽ നിന്നായിരുന്നു അർക്കദിയാക്കോനെ തിരഞ്ഞെടുത്തിരുന്നത്. തോമാസ് ലീഹയിൽ നിന്നും നേരിട്ട് മാമോദിസ സ്വീകരിച്ച പകലോമുറ്റം തറവാടിനോട് ചേർന്നാണ് ഈ ഒരു തറവാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1963 ഇവിടെ ഒരു കൽക്കുരിശും കപ്പേളയും സ്ഥാപിക്കുകയുണ്ടായി. 2009 കേരളീയ വാസ്തുപ്രകാരം ഈ ഒരു പള്ളി പുതുക്കി പണിയുകയുമുണ്ടായി. ഇവിടുത്തെ ചാരുപടികളും സോപാനവും മുഖമണ്ഡപവും ഒക്കെ ഈ പള്ളിയുടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത തന്നെയാണ്. അർക്കദിയാക്കന്മാരുടെ കബറിടത്തിനടുത്തുള്ള പകലോമുറ്റം മൂല തറവാടിനോട് ചേർന്ന് കേരളീയ വാസ്തുശില്പ മാതൃകയിലാണ് 2009 തറവാട്ട് പള്ളി പുതുക്കി പണിതത്. തടികൊണ്ടുള്ള നിലയും മേൽക്കൂട്ടും മുഖമണ്ഡപവും സോപാനവും ക്ഷേത്ര കലാരീതിയിലുള്ള ഇരിപ്പിടങ്ങളും തറവാട് പള്ളിയുടെ പ്രത്യേകതകളാണ്. ഇവിടെയാണ് ഉദയംപേരൂർ സൂനഹദോസ് കാലഘട്ടത്തിൽ സഭയെ നയിച്ച ഗിർവർഗീസ് അർക്കദിയാക്കോന്റെ പൂർണ്ണകായ പ്രതിമയുള്ളത്. പകലോമുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അർക്കദിയാക്കന്മാരുടെ 5 കബറിടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് 24 കൽത്തൂണുകളിലായി നിലകൊള്ളുന്ന ഒരു മഹാമണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. 44 അടി നീളവും 34 അടി വീതിയുമുള്ള കൃഷ്ണശിലയിൽ തീർത്ത ഈ മഹാസമാധിക്കുള്ളിൽ അർക്കദിയാക്കന്മാർ അത്ഭുത രോഗശാന്തിയും സ്വർഗീയ മധ്യസ്ഥവും നിർവഹിക്കുന്നു. AD 1584 ക്രിസ്തുവിൻ്റെ ഗിവർഗീസ്, AD 1525 1625 കുരിശിൻ്റെ ഗിവർഗീസും, AD 1537 തോമാ അർക്കദിയാക്കോനും, AD 1573 കുഞ്ഞുമത്തായി അർക്കദിയാക്കോനും, അവസാനത്തെ അർക്കദിയാക്കോനായ AD 1706 മാത്യു പള്ളം അർക്കദിയാക്കോനോടുകൂടിയാണ് അർക്കദിയാക്കോന്റെ ഭരണകാലം ഇവിടെ സമാപിക്കുന്നത്. കേരളത്തിലെ തന്നെ അതിപ്രധാനമായ ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് പകലോമറ്റം. ആദ്യം നാട്ടുമെത്രാനായിരുന്ന പള്ളി വീട്ടിൽ ചാണ്ടി മെത്രാനും ദീപിക പത്രത്തിന്റെ സ്ഥാപകൻ നിധിരിക്കൽ മാണിക്കത്തനാരുമാണ് ആധുനിക ലോകത്തിൽ കുറുവിലങ്ങാടിന്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തിയത്. ദേശത്ത് ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതും കുറുവിലങ്ങാട് പള്ളിയിൽ നിന്ന് തന്നെയായിരുന്നു. പള്ളിയുടെ പടിപ്പുര മാളികയിലും വാദിപ്പുരയിലുമായാണ് ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങുന്നത്. ഇന്ന് ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് ഉൾപ്പെടെ 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളിയുടേതായി ഉണ്ട്. യോന പ്രവാചകന്റെ മാനസാന്തര ഓർമ്മപ്പെടുത്തുന്ന 3 നോൻപാണ് കുറുവിലങ്ങാട് പള്ളിയിലെ പ്രധാന തിരുനാളായി ആഘോഷിക്കുന്നത്.
16-ാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ യൂറോപ്യൻ സഭകളിൽ ആചാരത്തിൽ നിന്ന് വന്ന ഈ തിരുനാൾ വളരെ പ്രസിദ്ധമായ, വളരെ വിപുലമായി തന്നെയാണ് കുറുവിലങ്ങാട് പള്ളിയിൽ ഈ വർഷവും ആചരിച്ചത്. 3 നോൻപിൻ്റെ ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വലിയ നോൻപ് ആചരണത്തിൻ്റെ 18 ദിവസം മുൻപാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. താങ്ങിയെന്നും മാറിൽ ചേർക്കണേ അമ്മേ മരിയേ നാഥേ കാത്തിടണേ അഭയം. ഫെബ്രുവരി 2-ാം തീയതിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ശുദ്ധീകരണ തിരുനാളും 3 നോൻപിനോടനുബന്ധിച്ചാണ് കുറുവിലങ്ങാട് കൊണ്ടാടുന്നത്. 3 നോൻപിന്റെ ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം. പരമ്പരാഗതമായി കടപ്പൂർ നിവാസികളാണ് പ്രദക്ഷിണത്തിലുള്ള കപ്പൽ എടുക്കുന്നത്. ഇതോടനുബന്ധിച്ച് ആനവായിൽ ചക്കര ഉത്സവവും നടക്കുന്നുണ്ട്. തിരുനാൾ പ്രദക്ഷിണത്തിന് ആന തിടമ്പേറ്റുന്നത് കുറുവിലങ്ങാടിലെ മാത്രം പ്രത്യേകതയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പാദസ്പർശമേക്കാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യഭൂമിയാണ് കുറുവിലങ്ങാട്. ചരിത്രവും പാരമ്പര്യവും ഐതിഹ്യവും സമ്മേളിക്കുന്ന വിശുദ്ധ ഭൂമിയാണ് കുറുവിലങ്ങാട് എന്നുള്ളതും ഏറെ പ്രത്യേകത തന്നെയാണ്. കുറുവിലങ്ങാടിൻ്റെ ഓരോ ആഘോഷങ്ങളും സമ്മാനിക്കുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ശങ്കുലി തന്നെയാണ്. തിരുനാളാഘോഷങ്ങളും സംഗമങ്ങളുമെല്ലാം നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് ആളുകൾ മുത്തിയമ്മയുടെ തിരുസന്നിധിയിലെത്തുന്ന പുണ്യദിനങ്ങളാണ് എന്നുള്ളതാണ് കുറുവിലങ്ങാടിൻ്റെ വലിയ പ്രത്യേകത. മധ്യ കേരളത്തിലെ ഒട്ടനവധി ദേവാലയങ്ങളുടെ പെറ്റമ്മയും പോറ്റമ്മയുമാണ് കുറുവിലങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളി. കുറുവിലങ്ങാട് ഇടവകയുടെ നേർച്ചകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അമ്പരചുംബിയായ ഇടവക ദേവാലയത്തിൻ്റെ തിരുമുറ്റത്തുള്ള ഒറ്റക്കൽ കുരിശിൽ എണ്ണയൊഴിച്ച് തിരിതെളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കൽക്കുരിശിൽ തിരിയുന്ന തിരുനാളങ്ങൾക്കൊപ്പം തങ്ങളുടെ വേദനകളും യാതനകളും അലിഞ്ഞ് ഇല്ലാതാകുന്നു എന്ന വലിയ വിശ്വാസമാണ് വിശ്വാസികൾക്ക് ഉള്ളത്. മുത്തിയമ്മയുടെ തിരുസന്നിധിയിലും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസന്നിധിയിലും വിളക്കിൽ എണ്ണ പകർന്ന് തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കുറുവിലങ്ങാട് മാർത്ത് മറിയം പള്ളിയിലെ 3 നോൻപ് തിരുനാൾ ആഘോഷങ്ങൾ വളരെ വിപുലമായി ആചരിച്ചു. ജനുവരി മാസം 26, 27, 28 തീയതികളിൽ നടന്ന തിരുനാൾ ആഘോഷത്തിലും കപ്പൽ പ്രദക്ഷിണത്തിലും പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് കുറുവിലങ്ങാട്ടേക്ക് ഒഴുകിയെത്തിയത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 10-ാം തീയതി തിരുനാളും പ്രസിദ്ധമായ 8 നോൻപ് തിരുനാളും കുറുവിലങ്ങാട് വിപുലമായി ആചരിക്കപ്പെടുന്നു. ഇതുകൂടാതെ സ്വർഗാരോപണ തിരുനാളും കല്ലിട്ട തിരുനാളും വിശുദ്ധ ഗീർവർഗീസിന്റെ തിരുനാളും മേരി നാമധാരി സംഗമവും പള്ളിയിൽ ആചരിക്കുന്നു. എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് കുറുവിലങ്ങാട്ടെ പ്രധാന നേർച്ചയാണ്. എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5 മണിക്ക് പരിശുദ്ധ കുർബാനയും മാതാവിന്റെ നൊവേനയും ജപമാല പ്രദക്ഷിണവും കുറുവിലങ്ങാടിനെ ഭക്തിസാന്ദ്രമാക്കാറുണ്ട്. എല്ലാ മാസവും 3-ാമത്തെ വെള്ളിയാഴ്ച ഏകദിന ധ്യാനവും ഓശാന ഞായറിന് തമുക്ക് നേർച്ചയും ഇവിടെ നടത്തുന്നു. സഭാ ഐക്യത്തിന്റെ എക്യുമെനിക്കൽ കേന്ദ്രവും ക്രൈസ്തവ സഭയുടെ പോറ്റമ്മയുമാണ് കുറുവിലങ്ങാട് ദേവാലയം. അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് ഭക്തർ ഓരോ ആഴ്ചയിലും മുത്തിയമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നതും അവരുടെ സംഖ്യ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുന്നതും. കുറുവിലങ്ങാട്ട് വന്നാലോ എൻ്റെ മുത്തിയമ്മയെ കാണാം. അമ്പുകളേറ്റു പിടഞ്ഞവരോടായി ദൈവവരങ്ങൾ യാചിച്ചിടാം. കുറുവിലങ്ങാട്ട് വന്ന